ഗാസയിലെ ക്ഷാമം മനുഷ്യനിർമ്മിത പ്രതിസന്ധിയാണെന്ന് അമേരിക്ക ഒഴികെയുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിലെ എല്ലാ അംഗങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഒപ്പം പട്ടിണിയെ യുദ്ധത്തിനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ടെന്ന മുന്നറിയിപ്പും സെക്യൂരിറ്റി കൌൺസിൽ നൽകുകയാണ്. കൂടാതെ ഒരു സംയുക്ത പ്രസ്താവനയിൽ കൌൺസിൽ സ്ഥിരമായ വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിലുടനീളം മാനുഷിക സഹായത്തിൽ ഗണ്യമായ വർധനവ് വരുത്താനും ഒപ്പം സഹായ വിതരണത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും കാലതാമസമോ വ്യവസ്ഥകളോ ഒക്കെ ഇസ്രായേലിനോട് പിൻവലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ഗാസയെക്കുറിച്ചുള്ള IPC ഡേറ്റയിൽ അഗാധമായ ആശങ്കയും ദുഃഖവും പ്രകടിപ്പിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഗയാനയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി ത്രിഷാല പെർസൌഡ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഔദ്യോഗികമായി ക്ഷാമം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ്. പോഷകാഹാരക്കുറവ് മൂലം ഓരോ ദിവസവും കൂടുതൽ ആളുകൾ മരിക്കുന്നു. അവരിൽ പലരും കുട്ടികളാണ് എന്നും ചൂണ്ടിക്കാണിച്ചു. ഏകദേശം 41,000 കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അടിയന്തരവും നിരുപാധികവും സ്ഥിരവുമായ വെടിനിർത്തൽ, ഹമാസും മറ്റു ഗ്രൂപ്പുകളും തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഗാസയിലുടനീളം മാനുഷിക സഹായത്തിൽ ഗണ്യമായ വർധനവ്, സഹായ വിതരണത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും കാലതാമസമോ വ്യവസ്ഥകളോ ഇല്ലാതെ ഇസ്രായേൽ നീക്കണമെന്ന് 14 കൌൺസിൽ അംഗങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഗാസയിൽ ക്ഷാമം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. 5 ലക്ഷം ആളുകളെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വരും ആഴ്ചകളിൽ പ്രതിസന്ധി ദെയ്ദർ അൽ ബല, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് ഇസ്രായേലിലും US-ലും അമ്പരപ്പ് സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. UN-ലെ US അംബാസിഡർ ഡൊറോത്തി ഷിയ UN റിപ്പോർട്ടിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗാസയിൽ വിശപ്പ് ഒരു യഥാർത്ഥ പ്രശ്നമാണെന്നും നിറവേറ്റേണ്ട ചില മാനുഷിക ആവശ്യങ്ങൾ ഉണ്ടെന്നും നാം എല്ലാവരും തിരിച്ചറിയുന്നു. ആ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് അമേരിക്കയുടെ മുൻഗണനയാണ് എന്നും US അംബാസിഡർ ഡൊറോത്തി ഷിയ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇസ്രായേലിന്റെ നടപടികളെ അമേരിക്ക ന്യായീകരിച്ചു. ഗാസയിലെ തെറ്റായ പട്ടിണി നയം എന്ന് വിശേഷിപ്പിച്ചതിനെ US പ്രതിനിധി നിരസിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷന്റെ കണ്ടെത്തലുകളെ US തള്ളിക്കളഞ്ഞു. വിശപ്പ് ഒരു ഗുരുതരമായ പ്രശ്നമാണെന്നും ഗാസയിലെ മാനുഷിക ആവശ്യങ്ങൾ അടിയന്തരമായി നിലനിൽക്കുന്നുണ്ടെന്നും സമ്മതിക്കുമ്പോൾ തന്നെ ഈ ഒരു ബോഡി വിശ്വാസ്യത, സമഗ്രത എന്നിവയിലെ പരിശോധനയിൽ വിജയിക്കുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ഉന്നതതല നയരൂപീകരണ യോഗം വിളിച്ചു ചേർത്തിരുന്നു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും മുൻ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ജാരഡ് കുഷ്നറും യോഗത്തിൽ പങ്കെടുത്തുവെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ നയരൂപീകരണ യോഗം മാനുഷിക സഹായ വിതരണങ്ങൾ, ബന്ദികളുടെ സാഹചര്യം, യുദ്ധാനന്തര പുനർനിർമ്മാണ പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ ഗാസ സംഘർഷത്തിൽ പ്രധാന വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ട്രംപും സംഘവും പതിവായി നടത്തുന്ന തരത്തിലുള്ള ഒരു നയരൂപീകരണ യോഗം മാത്രമാണിതെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറയുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മേഖലയിലെ എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ഹൌസിന് യോഗത്തിൽ കൂടുതലായി ഒന്നും പങ്കുവയ്ക്കാനില്ല എന്ന് മറ്റൊരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷം 62,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1,58,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 119 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 313 പലസ്തീനികൾ പട്ടിണി മൂലം മാത്രം മരിച്ചുവെന്ന് മന്ത്രാലയം ബുധനാഴ്ച റിപ്പോർട്ടിൽ പറഞ്ഞു.